ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ 2ാം ദിവസത്തെ റിവ്യൂ ആണ്. എന്തൊക്കെയാണ് ഇന്ന് നടന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഫസ്റ്റ് നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു. പക്ഷേ നമ്മുടെ ബിഗ് ബോസിൻ്റെ ബുദ്ധി, അതായത് ഇതൊന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻസിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊന്നുമില്ല, നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാളെ വിളിക്കാം. വിളിച്ചതിന് ശേഷം അവരുടെ മുഖത്ത് ഷേവിങ് ക്രീം അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷേവിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്തുകൊണ്ട് നമ്മൾ അവർക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നു എന്നുള്ള റീസൺ പറയുക. ഇതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ടാസ്ക് ലെറ്ററിൽ മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്ന വ്യക്തിയാണ്, ആരുടെ ഫേസിലാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്, അവരായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്നതാണ്. പക്ഷേ ഗെയ്സ്, ഇത് നമ്മുടെ ഒരു മത്സരാർത്ഥികളും ശ്രദ്ധിച്ചിരുന്നില്ല. അവർ മാക്സിമം കരിവാരി തേക്കാൻ പറ്റുന്നത് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അവർ വിചാരിച്ചത് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നാണ് നമ്മുടെ മത്സരാർത്ഥികൾ വിചാരിച്ചത്. എല്ലാവരുടെയും ആട്ടിൻ തൊഴുപ്പും എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റനായിട്ട് നമ്മുടെ കോമണർ അനീഷ് തന്നെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ അനീഷാണ് നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഒത്തിരി പേര് പല റീസണാണ് നമ്മുടെ അനീഷിന് വേണ്ടിയിട്ട് പറഞ്ഞത്. അനീഷിൻ്റെ ഫേസിൽ എനിക്കൊന്നൊരു 7-8 പേര് തേച്ച് ഫേസ് ഫുള്ളും ഇതായിരുന്നു, ആ ഒരു ഷേവിങ് ക്രീം ആയിരുന്നു. എന്തായാലും നമ്മുടെ അനീഷ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. രണ്ടാമത് അവിടെ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് നോമിനേഷനാണ്. അതായത് ഇന്ന് തന്നെ നോമിനേഷൻ നടന്നു. നോമിനേഷനിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ൽ ഉള്ളിൽ പോയതിനു ശേഷം നമ്മുടെ ശാരികയും രേണുവായിരുന്നു ഒറ്റ കൂട്ടെന്ന് പറയുന്നത്. ഫുള്ള് സംസാരവും ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളും അവർ തമ്മിലാണ് ഒത്തു നടന്നത് എല്ലാം. പക്ഷേ നമ്മുടെ രേണു ശാരികേനെ നോമിനേറ്റ് ചെയ്തില്ല. പകരം നമ്മുടെ ശാരിക നമ്മുടെ രേണുവിനെ നോമിനേറ്റ് ചെയ്തു. അവിടെ അത്രയും പേരുണ്ടായിരുന്നിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളെ തന്നെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തന്നെ നമ്മുടെ ശാരികയ്ക്ക് പുറത്തൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. രേണുവിൻ്റെ പുറത്തുള്ള ലൈഫ് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും, ഇനി ബിഗ് ബോസിനകത്തായാലും ഇനി എന്ത് തന്നെ വന്നാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ശാരിക ചെയ്ത ഒരു കാര്യത്തിൽ എനിക്കത് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ രേണു ഉടനെ ഒന്നും പുറത്തിറങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് രേണു അവിടെ കളിച്ചു വരുന്നത്. ഇനി ഈ ഒരു നോമിനേഷനിൽ ആരൊക്കെയാണ് നോമിനേറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 വോട്ടോളം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശൈത്യയ്ക്ക്. അതെ, 8 വോട്ടാണ് നമ്മുടെ ശൈത്യയ്ക്ക് കിട്ടിയത്. ശൈത്യയെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറഞ്ഞത്, ഏകദേശം എല്ലാവരും പറഞ്ഞത് ആക്റ്റീവ് അല്ല എന്നുള്ളത് തന്നെയാണ്. അത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറയും കൊണ്ട് നടക്കുന്നതല്ലാതെ നമ്മൾ പുറത്ത് കണ്ട ഒരു ശൈത്യ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ വാഴ എന്നൊക്കെ പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപമിക്കാൻ പറ്റുന്ന ഒരാളാണ് ശൈത്യ. അതിനോട് ഞാൻ യോജിക്കുന്നു. രണ്ടാമത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ രഞ്ജിത്താണ്. രഞ്ജിത്തിന് 5 വോട്ടുകളാണുള്ളത്. രഞ്ജിത്തും ഏകദേശം ശൈത്യനെ പോലെയാണ്. അത് അവരെല്ലാവരും ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ട്. പിന്നെ നോമിനേഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ജിസൈൽ, രേണു, നെവിനാണ്. ജിസൈലിന് നമ്മുടെ നോമിനേഷൻ വരാൻ കാരണം കൂടുതൽ പേര് പറഞ്ഞ ഡ്രസ്സിൻ്റെതാണ്. അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരും കുറച്ച് മാന്യമായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ജിസൈലിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഓപ്പണായിട്ട് അവർ പറഞ്ഞ് ഡ്രസ്സിൻ്റെ കാര്യമാണ് ജിസൈലിന്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ആര്യനാണ്. ആര്യന് 3 വോട്ടാണുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള അനുമോൾ, ശാരിക, ഇവർക്ക് ഓരോരുത്തർക്കും 2 വോട്ട് വീതമാണ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഈ ആദ്യത്തെ ആഴ്ചയിലെ നോമിനേഷനിലുള്ളത്. ആര് പുറത്താകും എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ പറയാനും പറ്റില്ല, ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസ് നോമിനേഷൻ നടത്തില്ല എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സീസണിൽ കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഈ രഞ്ജിത്തോ അല്ലെങ്കിൽ ഈ ശൈത്യ, ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പുറത്ത് പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നോമിനേഷൻ പ്രക്രിയ. ഈ ഒരു നോമിനേഷന് ശേഷം അവിടെ തകർത്തൊരു അടി ഉണ്ടായിരുന്നു നമ്മുടെ
രേണുവും അഭിലാഷും നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന അനീഷുമായിട്ട് സംഭവം മറ്റൊന്നുമല്ല. ഈ ഒരു നോമിനേഷന് കഴിഞ്ഞ ശേഷം നമ്മുടെ രേണു തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയുടെ മടിയിൽ കിടക്കുവാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് തലവേദനയാണ്. അപ്പോൾ തലവേദനയാണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് രേണു തലവേദനയാണ്, അതുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഷാനവാസിന് തലവേദന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് തന്നെ ഷാനവാസും ഇരിക്കുന്നുണ്ട്. ഷാനവാസ് ഓൾറെഡി തലവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ അവിടെ നിന്ന് പറയുന്നത് അത് രേണുവിന് തലവേദനയാണ്, അതുകൊണ്ടാണ് രേണു കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്തിരുന്ന അഭിലാഷ് ചോദിക്കുവാണ് അതെന്താ, അപ്പോൾ നമ്മുടെ ഷാനവാസിന് തലവേദന ഇല്ലേ? അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നൊരു കാര്യമാണ്, അതായത് ഷാനവാസ് എന്നോട് പറഞ്ഞില്ല തലവേദനയാണെന്ന്, രേണു എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലവേദനയാണെന്ന്. അതുകൊണ്ട് രേണുവിന് ശരിക്കും തലവേദനയാണ്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഷാനവാസ് എത്ര തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഷാനവാസിനെ ഈ പറഞ്ഞ അനീഷ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അനീഷ് ഫുൾ സപ്പോർട്ട് രേണുവിനെയാണ്. അങ്ങനെ അവിടെ ഭയങ്കര അടിയായി, അടി മീൻസ് അടിയല്ല, വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരമായി. ഇത് വേണമെന്ന് പറഞ്ഞ് കരുതിക്കൂട്ടി ചെയ്തതാണ് നമ്മുടെ അഭിലാഷ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഈ ഒരു സംഭവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞ് പുറത്ത് പോയതിന് ശേഷം അവർ 3 പേരൊന്ന് സംസാരിച്ച് ഇത് എന്തായാലും ചോദിക്കാം, ഇത് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് രേണുവിൻ്റെ അടുത്ത് വന്ന് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ അഭിലാഷ്. അപ്പോൾ ഇത് എത്രത്തോളം എനിക്ക് തോന്നുന്നില്ല, അത് അവർ കാണിച്ചു തന്നെ ഭയങ്കര മന്ദോത്തി തന്നെ. അവർ ഓട്ടോമാറ്റിക്കലി വന്നൊരു റിയാക്ഷൻ അല്ല, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി അത് ക്യാമറയുടെ ഇത് ഫേസ് പിടിച്ച് പറ്റാൻ വേണ്ടി അഭിലാഷ് ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വെറുതെ ഒരു സീൻ ആണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ അനീഷിനെ ഞാൻ ന്യായീകരിക്കില്ല, കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷാനവാസ് വന്ന് അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തലവേദനയാണ്. പക്ഷേ നമ്മുടെ അനീഷ് പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് ക്യാമറയുടെ അടുത്ത് പറയുവാണ് ബിഗ് ബോസേ നമ്മുടെ രേണുവിന് സുഖമില്ല, അപ്പോൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഇത് വേണം, ഡോക്ടർ വരണമെന്നൊക്കെ. ആ സമയത്ത് നമ്മുടെ ഷാനവാസ് വന്ന് ചോദിക്കുന്നത് ഇത്രയും അടിയും വഴക്കൊക്കെ ആയിട്ട് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ എനിക്ക് തലവേദന എന്നുള്ള കാര്യമാണ്. അപ്പോൾ അനീഷിന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു 2.5 പക്ഷമൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നി. പിന്നെ ഇന്ന് രേണുവിൻ്റെ കൂടെ വശത്ത് നിന്നത് കൊണ്ട് എനിക്ക് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് രണ്ടാമത്തെ ദിവസം നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ നോറ അവരൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അധികം ആക്റ്റീവാണ് എന്നുള്ളത്. അവർക്കുള്ളിൽ തന്നെ അങ്ങ് ഒതുങ്ങിപ്പോവാണ്. എനിക്ക് കുറച്ച് ആക്റ്റീവായിട്ടുള്ള തോന്നിയ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷ്, കൂടാതെ രേണു, കൂടാതെ ആര്യൻ വളരെ നല്ല കണ്ടസ്റ്റൻസ് ആണ്. ഇത്രയും പേരാണ് എനിക്ക് കുറച്ച് നല്ല ആക്റ്റീവായിട്ട് തോന്നിയത്. ഇതിൽ ഈ ഒരു സീസൺ 7 കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അനീഷും കൂടാതെ നമ്മുടെ രേണുവും കൊണ്ടുപോകും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നാളത്തെ ബിഗ് ബോസ് സീസൺ 7 നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. മറക്കല്ലേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ബൈ ബൈ.